നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ആ സ്ഥലത്തിന് ഏറ്റവും വലിയ ബഹുമാനം. അജ്മഅൽ ഉലമാ, ആലിമീങ്ങൾക്കിടയിൽ തർക്കം ഇല്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീനതി കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് മദീനയുടെ ബഹുമാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ചെന്നു ചേരുകയും നബി തങ്ങളെ സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുകയും പരിശുദ്ധ ഇസ്ലാമിനെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന നാട്. ആ നാടിനെ സംബന്ധിച്ച് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഹദീസിൽ പറയുന്നത് ഈമാനുള്ള മനസ്സാണോ ആ മനസ്സ് മദീനയിലേക്ക് മടങ്ങും, പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ മടങ്ങും. പാമ്പിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതേ മാളത്തിലെത്തിയാൽ രക്ഷപ്പെടുന്നുള്ള നിലക്ക് എപ്പോഴും എന്ത് പ്രശ്നം വരും മാളത്തിലേക്കാണ് ചിന്ത. ഇതുപോലെ ഈമാനുള്ളവന്റെ മനസ്സ് മദീനയിലേക്കാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം എന്തുകൊണ്ട്? വഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഹ്മീം. ഏത് പ്രശ്നങ്ങൾക്കും അതേ റെക്കമെൻഡ് പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.